ഡൽഹിയിൽ 4 നില കെട്ടിടം തകർന്നു വീണ് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. വടക്കൻ ഡൽഹിയിൽ രാവിലെ 7 മണിയോടെയാണ് അപകടം. കെട്ടിടത്തിൽ കുടുങ്ങിയ 4 പേരെ രക്ഷപ്പെടുത്തി. മറ്റുള്ളവർക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഗൗതം ആമരകുഞ്ചം കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഗൗതം, എത്രത്തോളം വലിയ അപകടമാണ് ഉണ്ടായത്? എത്ര പേരാണ് ഇതിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നതിനെപ്പറ്റി വിവരമുണ്ടോ? പിന്നിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശദാംശം അനുസരിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു കുടുംബത്തിലെ 7 പേരെ കൂടി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ അപകടത്തിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ കുടുങ്ങിയവരെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ എത്ര പേരുണ്ട് എന്ന് സംബന്ധിച്ച് നമുക്ക് വിശദമാക്കാൻ കഴിയില്ല. അതായത് നേരത്തെ 3 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു, ഇപ്പോൾ 7 പേരെ കൂടി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ 10 പേര് ഇപ്പോൾ ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഉള്ള വിവരങ്ങൾ അനുസരിച്ച് ഗാലി നമ്പർ 5-ലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അവിടെ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കെട്ടിടമായിരുന്നു ഇത്. അതായത് ആ തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശത്തെ ഒരു കെട്ടിടമാണ് തകർന്നു വീണിരിക്കുന്നത്. രാവിലെ 7 മണിയോടെയാണ് അപകടം ഉണ്ടായത്. ഈ അപകടത്തിൽ ഒരു കുടുംബത്തിൽ നിന്നുള്ള 7 പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെ രക്ഷപ്പെടുത്താനായത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. മറ്റുള്ളവർ കുറച്ചു പേർ കൂടി കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു വാർത്തയാണ് നിലവിലുള്ളത്. അവർക്കുള്ള തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓടി രക്ഷപ്പെടുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ സ്വയം രക്ഷാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനുള്ള സമയമോ അവസരമോ ലഭിച്ചിരുന്നില്ല. എങ്കിലും ആശ്വാസകരമായി നിലനിൽക്കുന്നത് ഇതുവരെയും മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. നിലവിൽ ഫയർഫോഴ്സിൻ്റെയും NDRFിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ചികിത്സ പുരോഗമിക്കുന്നുണ്ട്. അപകടത്തിൻ്റെ കാരണം സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ നേരിയ ഭൂചലനമൊക്കെ ഉണ്ടായിരുന്നു ഡൽഹിയിൽ. ഇതുമായി ബന്ധപ്പെട്ട് ബലക്ഷയം സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ കെട്ടിടം തകർന്നത് എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ 24 മണിക്കൂറിനിടയിൽ ഡൽഹിയിൽ ഉണ്ടാകുന്ന കെട്ടിടം തകർന്നുള്ള രണ്ടാമത്തെ അപകടം കൂടിയാണ് ഇപ്പോൾ വടക്കുകിഴക്കൻ ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ അപകടം. എന്തായാലും ഡൽഹിയിലെ കെട്ടിടങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ച് അതോടൊപ്പം തന്നെ അവയുടെ കാലപ്പഴക്കം സംബന്ധിച്ചും ഒക്കെയുള്ള പരിശോധനകൾ അനിവാര്യമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിലുള്ള വിവരമനുസരിച്ച് 7 പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തുകയും 3 പേരെ നേരത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 10 പേരെ ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും പോലീസ് നൽകുന്ന വിശദീകരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് കുറച്ചു പേർ കൂടി കുടുങ്ങിക്കിടപ്പുണ്ട് എന്നതാണ്. അത് ദൃക്സാക്ഷികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ നിഗമനത്തിലുള്ളത്. അവർക്കായിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തുടരുന്നത്. ബിന്നിൽ ശരി, വ്യക്തമാണ്. ഗൗതം ആമർകുഞ്ഞമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഡൽഹിയിലാണ് വീണ്ടും ഒരു കെട്ടിടം തകർന്ന് അപകടം ഉണ്ടായിരിക്കുന്നത്. അവിടെ 4 നില കെട്ടിടമാണ് തകർന്നു വീണത്. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് വിവരം. ഒരു കുടുംബത്തിലെ 7 പേരെ കൂടി രക്ഷപ്പെടുത്തി എന്നുള്ള ആശ്വാസ വിവരം കൂടി ഇപ്പോൾ ഗൗതം ആമർകുഞ്ചം പങ്കുവെക്കുകയാണ്.